ഉപ്പുതറ വളകോട് കൂവലേറ്റം കോട്ടമല റോഡ് തകർന്ന് യാത്രാക്ലേശം അതിരൂക്ഷമായി. ഉപ്പുതറ പഞ്ചായത്തും ഏലപ്പാറ പഞ്ചായത്തും ചേരുന്ന ഭാഗമാണ് തകർന്ന് വൻ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്തിന്റെ 1-ാം വാർഡിൽപ്പെട്ട 1 കിലോമീറ്റർ ദൂരത്താണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളുടെ അവഗണനയാണ് റോഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം. ഉപ്പുതറ കോട്ടമല വാഗമൺ റോഡ് ഉപ്പുതറ പഞ്ചായത്തിലെ 1-ാം വാർഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഏലപ്പാറ പഞ്ചായത്തിന്റെ ഭാഗം ആധുനിക നിലവാരത്തിൽ ഉയർന്നു. ഏലപ്പാറ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നിന്നുള്ള 1 കിലോമീറ്റർ ദൂരമാണ് തകർന്നു കിടക്കുന്നത്. ഇവിടെ വലിയ കുഴികളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ ശക്തിയായതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ കുഴിയുടെ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽപ്പെട്ട് അപകടം ഉണ്ടാവുന്നത് നിത്യസംഭവമാണ്. കഴിഞ്ഞ 5 വർഷമായി ഈ റോഡിന്റെ അവസ്ഥ ഇതുതന്നെയാണ്. മഴ പെയ്തതോടെ വെള്ളം കെട്ടിനിന്ന് വലിയ കുളങ്ങളായി മാറിയിരിക്കുകയാണ്. മഴയത്ത് വാഹനം കടന്നു പോകുമ്പോൾ കാൽനടക്കാർ ചെളിയിൽ കുളിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഉപ്പുതറയിൽ നിന്നും വാഗമണിലേക്കുള്ള എളുപ്പമുള്ള പാത കൂടിയാണിത്. വർഷങ്ങളായി റോഡ് ഈ ദുരവസ്ഥ നേരിടുകയാണ്. സ്കൂൾ ബസ്സുകളടക്കം കടന്നു പോകുന്ന റോഡിനെയാണ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ അവഗണിച്ചിരിക്കുന്നത്. സ്കൂൾ ട്രിപ്പൊക്കെ പോകുന്ന ബസ്, പ്രൈവറ്റ് ബസ് ഓടുന്നതിന് സ്കൂൾ ട്രിപ്പ് വളകോട് കൂലേറ്റം, പുളിങ്കട്ട അവിടെ നിന്നുള്ള സ്കൂൾ ട്രിപ്പ് ഉപ്പുതറയിലുള്ള വണ്ടിയൊക്കെ ഇതിലെ പോകുന്നതാണ്. ഈ റോഡ് ഭയങ്കര മോശമായി കിടക്കുക. ഈ കുണ്ടും കുഴി ചാടിയാണ് ബസ്സും അതുപോലെ തന്നെ സ്കൂൾ ട്രിപ്പെല്ലാം വരുന്നത്. ഈ മെയിൻ വഴിയാണ് കോട്ടമലയ്ക്ക് പോകുന്നത്. കട്ടപ്പന കോട്ടമല റോഡാണ്. അതൊന്ന് പരിഹരിച്ച് തരുവാനും നല്ല കാര്യം. സൈഡ് ഇതുപോലെ തന്നെ സൈഡൊന്നും കാണത്തില്ല. ഏതൊരു വണ്ടി വന്നാലും സൈഡില്ല. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള സൈഡേ ഉള്ളൂ. അത് എത്ര നാളായി ഇങ്ങനെ നടക്കാൻ തുടങ്ങി? വർഷങ്ങളൊരു 10-15 വർഷമായി. 10-15 വർഷമായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അപകടങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കുണ്ടും കുഴിയിലൊക്കെ ചാടി ഓട്ടോ മറിയുന്നുണ്ട്. പിക്കപ്പ് അതുപോലെ തന്നെ പിക്കപ്പ് കഴിഞ്ഞ ദിവസം മറിഞ്ഞ് ഇങ്ങനെ കുണ്ടും കുഴികൾ ചാടി കൺട്രോളില്ലാതെ പോയി. മെയിൻ വഴിയാണ്, ഇതിലെ കോട്ടമലയ്ക്ക് പോകുന്ന വഴിയാണ്. കോട്ടമലയിലെ പൂട്ടിക്കിടക്കുന്ന MMJ തോട്ടം തൊഴിലാളികളടക്കം കടന്നു പോകുന്ന ഏകപാതയാണ്. ഒരു സ്വകാര്യ ബസും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. റോഡിലെ കുഴികൾ വലിയ ആഴമായി മാറിയതോടെ വാഹനങ്ങൾ കുഴിയിൽ വീണ് കേടുപാടുകളും ഉണ്ടാവുന്നുണ്ട്. ത്രിതല പഞ്ചായത്തുകളുടെ അവഗണനയാണ് ഈ റോഡിലെ 1 കിലോമീറ്റർ ദൂരം തകർന്നു കിടക്കുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. റോഡിന്റെ ദുരവസ്ഥ നിരവധി തവണ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. നാടിന്റെ വികസനം നടത്താനും ജനങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനും ജനപ്രതിനിധികൾക്ക് സമയമില്ലെന്നാണ് ആരോപണം ഉയരുന്നത്. ഭരണം മാറിയിട്ടും ജനങ്ങളുടെ ദുരിതം കൂടിയതല്ലാതെ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന പരാതിയും ജനങ്ങൾക്കുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.